Hi guys, welcome back to our YouTube channel. We are Nivedita and Nakshatra. today we are going to Kerala from Delhi. So it's time 3:40 and today's date is June 2 and let's go. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഞങ്ങളിപ്പം പെട്രോൾ പമ്പിൽ കയറി ഗൈസ്. അപ്പൊ പെട്രോൾ ഒക്കെ ഫുൾ ടാങ്ക് അടിച്ചു. ഇനി ഞങ്ങള് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പോകും. 21 കിലോമീറ്റേഴ്സ് ഇപ്പൊ കവർ ചെയ്തു. ഇപ്പൊ നമ്മള് ഹരിയാനയിലാണുള്ളത്. പെട്രോൾ ഒക്കെ അടിച്ചു. ടൈം 12 o'clock ആയി. നമ്മള് സക്കത്പുര ടോൾ പ്ലാസ കഴിഞ്ഞു. ഇപ്പൊ 500 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലെ കഴിച്ചായിരുന്നു ഞങ്ങള്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റെസ്റ്റ് എടുത്ത് വന്നതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പൊ ഞങ്ങളിപ്പോ ഹാങ്ങിങ് ബ്രിഡ്ജിന് അവിടെയാണുള്ളത്. സക്കത്പുര ടോൾ പ്ലാസ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോ തന്നെയാണ് ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത്. നമ്മളിപ്പോ ഉള്ളത് രാജസ്ഥാൻ ഹൈവേയിലാണ്. റോഡ് ഒട്ടും ശരിയല്ല, മൊത്തം കട്ടറും കുഴിയുമാണ്. (12:30) ആയപ്പോഴത്തേക്ക് ഞങ്ങൾ രാജസ്ഥാൻ എത്തി. റോഡ് വളരെ കൺജസ്റ്റഡും കുണ്ടും കുഴിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2:30 ആയപ്പോഴാണ് NH ഹൈവേയിൽ എത്തിയത്. ഇവിടെ സ്പീഡ് ലിമിറ്റ് 120 km/h ആണ്. ഇവിടെ ഒരുപാട് വിൻമില്ലൊക്കെ ഉണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഇത് വളരെ ചെറുതാണ്, പക്ഷെ ശരിക്കും ഭയങ്കര ഹൈറ്റ് ആണ്.
മധ്യപ്രദേശ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു. സ്കൈ കാറി കയറി കഴിഞ്ഞാൽ എപ്പോഴും തലയൊക്കെ എടുത്ത് വെളിയിലിട്ട്, ആ കാറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവള് തലയൊക്കെ എടുത്ത് വെളിയിലിട്ടാ എപ്പോഴും ഇരിക്കുന്ന കാറിൻ്റെ കയറി കഴിഞ്ഞാൽ. ഞാനും സ്കൈയും കൂടെ കാഴ്ചയൊക്കെ കാണുമായിരുന്നു വെളിയിലത്തെ. ഇത് NH52 ആണ്. സൂപ്പർ ഹൈവേ ആണ്. വളരെ കൺജസ്റ്റഡും റോഡും വളരെ മോശമാണ്. അരമണിക്കൂർ എടുക്കും ഇത്തിരിയും പോവാൻ വേണ്ടിയിട്ട്. ഇത് നർമ്മദ റിവർ ആണ്. ഇപ്പൊ ടൈം 8:30 ആയിട്ടുണ്ട്. നമ്മൾ 1000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. അപ്പൊ ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ട്രിപ്പ് നാളെ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഇപ്പൊ ടൈം 7:30 ആയിട്ടുണ്ട്. നമ്മൾ 1301 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ഇനിയും 1517 കിലോമീറ്റേഴ്സ് ലെഫ്റ്റ് ആണ് ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. ഇപ്പൊ ഞങ്ങള് മഹാരാഷ്ട്രയിലാണുള്ളത്. ഞങ്ങള് ഇന്നലെ 1000 കിലോമീറ്റേഴ്സ് കവർ ചെയ്തായിരുന്നു. ഇപ്പൊ രാവിലെ 301 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാന്. ഇപ്പൊ ഞങ്ങള് സോളാംപൂർ വിജയപുര ബൈപ്പാസ് റോഡിലാണുള്ളത്. ഇപ്പോൾ ടൈം 12:15 ആയിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ 1558 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1273 കിലോമീറ്റേഴ്സ് ലെഫ്റ്റ് ആണ്. ഇപ്പോൾ ടൈം 1:40 ആണ്. ഞങ്ങൾ കർണാടക എത്തി. ഇത് നമ്മുടെ വിൻമില്ലിന്റെ ലീഫാണ്.
ഇപ്പോൾ ടൈം 5:46 ആണ്. ഞങ്ങൾ ഇപ്പോഴും കർണാടകയിൽ തന്നെയാണ് ഉള്ളത്. 1661 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ഇനി 986 കിലോമീറ്റേഴ്സ് ബാക്കിയാണ്. ഇപ്പോൾ ടൈം 8:15 ആയിട്ടുണ്ട്. ചിത്രദുർഗ റോഡ് JCR മെയിൻ റോഡിലാണ് ഇപ്പം ഞങ്ങളുള്ളത്. അപ്പൊ രാത്രിയിൽ തണുത്ത കാറ്റടിച്ച് കഴിഞ്ഞപ്പോ സ്നോവിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് തണുത്തു. അപ്പൊ ബെഡ്ഷീറ്റ് പോസിരിക്കുന്ന സ്നോവിയാണ്. തലയിലൂടെ ബെഡ്ഷീറ്റ് ഇട്ടിട്ടിരിപ്പുണ്ട്. ഇപ്പൊ ഞങ്ങള് മൈസൂരിനടുത്തെത്താറായി. രാവിലെ മസാല ദോശ കഴിക്കാൻ കയറിയിട്ടാണ്. അപ്പം നല്ല രുചിയുണ്ട്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യണം. മസാല ദോശ, വട, പിന്നെ 2 ചട്നിയുണ്ട്. ഒരു കോഫി കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്നോവിക്കും സ്കൈക്കും ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഹോട്ടലിന് അപ്പുറത്തായിട്ടൊരു പാടം പോലെ ഒരു ഏരിയ ആയിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി. പിന്നെ ഇവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ചു. ചൂട് കാരണം AC ഓൺ ആക്കാൻ വന്നിരിക്കുന്ന സ്നോവി. AC ഇല്ലാതെ ഒരു മിനിറ്റ് വന്നിരിക്കത്തില്ല. 2 സീറ്റിന്റെ കൂടെ നടുക്ക് കയറിയിട്ട് AC ഓൺ ചെയ്യുന്നുള്ള എന്നിട്ട് അവിടെ കിടന്നുറങ്ങുക. ഭയങ്കര ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് ഇപ്പൊ എണ്ണീറ്റതേ ഉള്ളൂ. ഒക്കെ തണുക്കുമായിരുന്നു. ഇപ്പൊ ഞങ്ങള് തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ്. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി പുള്ളിമാനും ആനയും പുള്ളിയൊക്കെ ഉണ്ട്.
ഇപ്പൊ ഞങ്ങളൊരു മല ഏരിയയിലാണുള്ളത്. അപ്പൊ ഇതിന്ന് താഴെ ഇറങ്ങണേല് ഒത്തിരി വളവും തിരിവാണ്. ഇത് കഴിഞ്ഞേ നമ്മള് താഴെ എത്തത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ എങ്ങനെ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. ഇപ്പോൾ ടൈം 1:40. 27 കിലോമീറ്റേഴ്സ് കൂടെ ഉണ്ട് കോയമ്പത്തൂർ എത്താൻ. ഞങ്ങളപ്പോൾ ടോട്ടൽ 2480 കിലോമീറ്റേഴ്സ് കവർ ചെയ്തു. ഇനി 318 കിലോമീറ്റേഴ്സ് കവർ ചെയ്യാനുണ്ട്. ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ പാലക്കാട് എത്തി. പാലക്കാട്ട് നിന്ന് പിന്നെ ഞങ്ങൾ സദ്യ കഴിച്ചു. ചോറും സാമ്പാറും പപ്പടവും തോരനും ഒരു കൂട്ടുകറി അച്ചാറും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മീൻ വറുത്തതും മീൻകറിയൂടെ വാങ്ങിയായിരുന്നു. ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത്. നല്ല ഫുഡായിരുന്നു. ഇപ്പോൾ ടൈം 5:15 ആയിട്ടുണ്ട്. നമ്മൾ പാലക്കാട് കൊച്ചി റൂട്ടിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടൈം 6:05 ആയിട്ടുണ്ട്. ഞങ്ങൾ തൃശ്ശൂർ എത്തി. ഇപ്പൊ നമ്മൾ 2613 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും 186 കിലോമീറ്റർ ഉണ്ട് എത്താനായിട്ട്. രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ വണ്ടി സ്ലോ ആയിട്ടാണ് ഓടിച്ചത്. അതുപോലെ നല്ല ദൂരെ നിന്നല്ലേ വന്നത്. അതുകൊണ്ട് റെസ്റ്റ് ഒക്കെ ചെയ്ത് വന്നതുകൊണ്ട് ലേറ്റ് ആയി. കാരണം അച്ഛൻ തന്നെയല്ലേ വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിരുന്നു. 10:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മാവേലിക്കര എത്തിയായിരുന്നു. ഇവിടുന്ന് 30 മിനിറ്റ്സ് കൂടെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാൻ. ഞങ്ങളിപ്പോ ചാരുമൂട് എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങള് നൂർനാട് എത്തിയിട്ടുണ്ട്. നൂർനാട് ജംഗ്ഷൻ എത്തി. ഇതാണ് ഞങ്ങളുടെ പണയലമ്പലം. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.